മാഷെ, ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ട് ദിവസവും വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഭീകരന്മാരുണ്ടോ, ഒരെണ്ണം പൊട്ടിത്തെറിച്ചു പോയ ഒരു ഭീകരനുണ്ട്. ഈ പൊട്ടിത്തെറിച്ചു പോയ ഉമർ നബി എന്ന് പറയുന്ന ഭീകരന്റെ സുഹൃത്തിനെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ യോജിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളെ പിടികൂടിയിട്ടുണ്ട്. അത് കൊടും ഭീകരൻ എന്നാണ് പറയുന്നത്. ജസീർ ബിലാൽ ഡാനിഷ് എന്നാണ് ഇയാളുടെ പേരെന്നാണ് മനസ്സിലാക്കുന്നത്. അനന്ത്നാഗ് ജില്ലയിൽ ഉള്ള ഒരു ആളാണ്, കാശ്മീരിലെ. ഇയാള് കൊടും ഭീകരൻ എന്ന് പറയുമ്പോ ഏത് വ്യാപ്തിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം മാഷെ? കൊടും ഭീകരൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതുവരെ നമ്മുടെ ഈ ഭീകരന്മാരുടെ പട്ടികയിൽ കണ്ടതിനേക്കാളൊക്കെ ശക്തിയും ആഴവും പരപ്പും ഒക്കെ ഉള്ളൊരു പ്രയോഗമാണ് കൊടും ഭീകരൻ. അതിപ്പോൾ NIA ഇന്നലെയാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. NIA പുറത്തുവിട്ട വിവരങ്ങൾ വെച്ച് ഇദ്ദേഹം നമ്മൾ കണ്ടെത്തിയിട്ടുള്ള, നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന ടെക്നോക്രാറ്റ്, സയന്റിസ്റ്റ്, എഞ്ചിനീയർ, അതിനേക്കാളൊക്കെ വലുതാണ്. ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് NIA പുറത്തുവിട്ട വിവരങ്ങളെ നമുക്ക് വിശ്വസിക്കാം. അവർ പറയുന്നത് സ്വന്തമായി മിസൈൽ നിർമ്മിക്കാൻ ശേഷിയുള്ള ഒരാളാണ്, സ്വന്തമായി ഡ്രോണുകൾ നിർമ്മിച്ച് വർഷിക്കാൻ ശേഷിയുള്ള ഒരാളാണ്. അപ്പോൾ എന്തുമാതിരി ഈ പവർഫുൾ ആയിട്ടുള്ള ആളുകളെയാണ് ഇവർ പടച്ചു വിടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ മനുഷ്യരെയൊക്കെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്തിനെല്ലാം ചെയ്യാമായിരുന്നു, എന്തിനെല്ലാം ഉപയോഗിക്കാമായിരുന്നു. ഈ മനുഷ്യൻ എല്ലാ നിലക്കും അപാരമായ സിദ്ധിയുള്ള ആളാണ്. പിന്നെ സാധാരണ നമ്മൾ പറയാറുണ്ട്, രണ്ടു കൂട്ടർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയും വിവരവും ഉണ്ടാവുക. ഒന്ന് കള്ളന്മാർക്കാണ്, ക്രിമിനൽസിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധി ഉണ്ടാവുക. രണ്ടാമത്തെ, പോലീസിനേക്കാൾ ബുദ്ധി എപ്പോഴും ക്രിമിനൽസിനായിരിക്കുമല്ലോ. രണ്ട്, ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത് ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിയും വിവരവും ശാസ്ത്രീയ ജ്ഞാനവും ഒക്കെ ഉള്ളത് ടെററിസ്റ്റുകൾക്കാണ്, ഭീകരവാദികൾക്കാണ്. ഇപ്പോൾ ലോകത്തിൽ ആദ്യമായി ഈ സാറ്റലൈറ്റ് ഫോൺ ഉണ്ടല്ലോ, സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചത് ആരാണെന്നറിയോ? ഉപയോഗിച്ചതായിട്ട് കണ്ടെത്തിയത് ബിൻ ലാദനാണ്. എന്നുവെച്ചാൽ ബിൻ ലാദൻ്റെ താവളത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. ഞാൻ ബിൻ ലാദൻ്റെ ചരിത്രം അന്വേഷിച്ച് പോയപ്പോൾ കണ്ട ഞെട്ടിക്കുന്നൊരു കഥയാണ് അത്. ഇതാണ് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ മാനവരാശിക്ക് എന്തെല്ലാം ഗുണം ചെയ്യാമായിരുന്നു. ഇവർക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഇവർ പറയുന്നത് ഇതാണ് വിജയത്തിന്റെ പാത. അതുകൊണ്ടാണ് അവരുടെ യൂണിവേഴ്സിറ്റിക്ക് എന്താണ് അൽ ഫലാഹ്, അതാണ് ജാമിയ അൽ ഫലാഹ് എന്ന് പേരും. അൽ ഫലാഹ് എന്ന് പറഞ്ഞാൽ എന്തറിയോ? വിജയം എന്നാണ്. അപ്പോൾ വിജയത്തിലേക്കുള്ള വഴി ഇതാണ്. എന്താണ് ഈ വിജയത്തിലേക്കുള്ള വഴി? ആലോചിച്ച് നോക്കൂ. മനുഷ്യനെ കൊല്ലാൻ എന്തിനാണ് വിജയം? ഭൂമിയെ തകർക്കാൻ എന്തിനാണ് വിജയം? ഓരോ രാജ്യത്തും അരാജകത്വം വിതക്കാനും അക്രമം വിതക്കാനും എന്തിനാണ് വിജയം? ഇവരുദ്ദേശിക്കുന്ന വിജയം എന്താണ്? ഭൂമിയിൽ മരിച്ചു പോകാനാണ്, ചാവേറുകളായി പൊട്ടിത്തെറിക്കാനാണ്. എന്നിട്ട് അങ്ങനെ മരിച്ചു എന്നാൽ പരലോകത്ത് സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുകയാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള ശരിയായ വായന അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇസ്ലാമികമായ സ്വർഗമായാലും ഭൂമിയിലെ ഏതൊരു ധാർമ്മിക സംഹിതയുടെ മതങ്ങളുടെ ഒക്കെ ദർശനത്തിലും അവരുടെ സിദ്ധാന്തങ്ങളിലും ഒക്കെയുള്ള പ്രമാണങ്ങളിലും ഒക്കെയുള്ള മോക്ഷസങ്കല്പമായാലും ഇതൊന്നും ഇവിടെ അക്രമം കാണിച്ചിട്ട് അവിടെ കിട്ടാനുള്ളതല്ല. മറിച്ച് ഇത് ആലോചിച്ച് നോക്കൂ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ വല്ലാത്ത ദയനീയമാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ ഇവർ പോകുന്നത് എങ്ങോട്ടാണ്? ഈ യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും സിദ്ധികളും ഇത്രയും ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റും ഒക്കെ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അൽ ഫലാഹ് എങ്കിൽ ആ യൂണിവേഴ്സിറ്റി കൊണ്ട് എന്തെല്ലാം പ്രയോജനം ഉണ്ടാകുമായിരുന്നു നമ്മുടെ രാജ്യത്തിനും, ഏത് രാജ്യത്തിനാവട്ടെ. ഏത് രാജ്യത്തിരുന്ന് ചെയ്യുമ്പോഴും ആ രാജ്യത്തിൻ്റെ നന്മക്കാണെങ്കിൽ. മരിക്കാൻ എന്തിനാണ്? ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തിനാണ് മരിക്കാൻ, എന്തിനാണ് ഒരു മൂവ്മെൻറ്റ്? ആളുകളെ കൊല്ലാൻ എന്തിനാണ് ഒരു പ്രത്യേക ശാസ്ത്രം? എന്തിനാണ് ഇത്ര ഭീകരമായ സംവിധാനങ്ങൾ? ഇവർക്ക് ആത്യന്തികമായി മരിക്കുകയല്ലേ വേണ്ടൂ? മരിക്കാൻ ആവശ്യമുള്ളത് ഒരു സയനൈഡ് തുണ്ട് സയനൈഡിൻ്റെ കാര്യമല്ലേ ഉള്ളൂ. ഇതാണ് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ നാശം. സ്വയം മരിക്കുന്നു, സ്വയം ഇല്ലാതാകുന്നു. അവർക്ക് ദൈവം കൊടുത്ത അപാരമായ ബുദ്ധിയും വിവേകവും ശാസ്ത്രീയ ജ്ഞാനവും ഒക്കെ അവർ നശീകരണത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒടുവിലത്തെ ഒരു ചിത്രം. അതുകൊണ്ട് ഇവരെക്കുറിച്ചുള്ള ഒരു പുതിയ ചിത്രം നമ്മൾ കാണേണ്ടതാണ്. പുതിയ ചിത്രം എന്താ വെച്ചാൽ, നമ്മൾ ഈ കടന്നൽ കൂടെ തീ കൊളുത്തി ഇവരുടെ അഭയകേന്ദ്രം മുഴുവൻ. ഇപ്പോൾ കാശ്മീരിയാണ് ഇയാള്. അപ്പോൾ കാശ്മീരിയായ ഏതൊരാൾക്ക് ഇപ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ പഹൽഗാമിലെ കൂട്ടക്കൊല നടന്നപ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ അന്വേഷിച്ചത്. ഒന്ന്, കാശ്മീർ അരിച്ചു പെറുക്കി, അപ്പോൾ കുറേ എണ്ണത്തിനെ കിട്ടി. പലയിടത്തും അഭയം കൊടുക്കുന്നുണ്ട്, പലരും സ്വകാര്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ കാശ്മീരിനകത്ത് തന്നെ. അക്കൂട്ടത്തിൽ ഒരുവനാണ് ഇപ്പോൾ ഈ പറയുന്ന ദാനിഷ്. ഇപ്പോൾ ഇന്നലെ പിടിച്ച ദാനിഷ് അക്കൂട്ടത്തിൽ. അവൻ അനന്തനാഗിൽ ഇപ്പോഴും സ്വൈരവിഹാരം ജീവിക്കുന്ന ഒരാളാണ്. അവിടെ പോയാണ് പിടിച്ചത്. അവൻ എന്തോ ആവശ്യത്തിന് ശ്രീനഗറിൽ വന്നപ്പോഴാണ് പിടിച്ചത്. അവൻ അല്ലെങ്കിൽ അങ്ങോട്ട് വരുത്തിയതാവും. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഒന്ന്, കാശ്മീരിലാകെ ഇവർ ചെതറിക്കിടക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ താവളങ്ങളാണ് നമ്മൾ പോയി തകർത്തത്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാജ്യത്തിനെതിരെ നടന്ന യുദ്ധമല്ല. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും പ്രഖ്യാപിത ശത്രുവായ
ഭീകരവാദത്തിനെതിരെ നടന്ന ലോകത്തിലെ ഏറ്റവും സംഘടിതമായ യുദ്ധമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. പാകിസ്ഥാൻ ഇങ്ങനെ കുറച്ച് തീവ്രവാദികൾക്ക് അങ്ങനെയല്ല. ഈ തീവ്രവാദികൾ അവിടെ ഇരുന്നു കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യക്കെതിരായി കാശ്മീരിലെ 4 നിരപരാധികളെ കൊല്ലുന്നത് മാത്രമല്ല. കണ്ടില്ലേ? ഇപ്പം ഇവനെക്കുറിച്ച് പറയുന്ന വിവരം, സ്വന്തമായി മിസൈൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ ഇവർ പോറ്റുന്നുണ്ടെങ്കിൽ ഇവൻ എവിടെയൊക്കെ പരിശീലനം കിട്ടിയിട്ടുണ്ടാവും, ഇവൻ എവിടെയെല്ലാം ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ തെറ്റിപ്പോയതാണ്, കാൽക്കുലേഷൻ തെറ്റിപ്പോയിട്ട് അന്താളിപ്പിൽ പൊട്ടിപ്പോയതാണ്. മറ്റേ ഉമറുൻ നബിയുടെ കാറ് അവൻ എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, അബദ്ധത്തിൽ പൊട്ടിപ്പോയത് അത്രേ, അല്ലാതെ അവിടെ പ്ലാൻ ചെയ്തതല്ല. അത് മറ്റെവിടെയോ ഭീകരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമായിരുന്ന ഒന്നാണ്. പക്ഷേ ആരുടെയൊക്കെ ഭാഗ്യത്തിന് എന്നിട്ട് പോലും 15 പേര് അല്ലേ, 15 പേരല്ലേ ഇപ്പൊ കൊല്ലപ്പെട്ടു ആ തുടക്കത്തിൽ. പക്ഷെ ഇപ്പൊ പിന്നെ 2 പേര് മരിച്ചു എന്ന് തോന്നുന്നു. എന്തായാലും 15 പേരോളം കൊല്ലപ്പെട്ടതുകൊണ്ട് അത്രയെങ്കിലും കാഷ്വാലിറ്റീസ് കുറഞ്ഞു കിട്ടി എന്ന് പറയാം. പക്ഷേ മാഷി ഇപ്പൊ പറഞ്ഞ പോലെ മിസൈൽ ഉണ്ടാക്കാൻ പോലും അറിയാവുന്ന, അതിന് പ്രാപ്തിയുള്ള ഒരാളാണ്. ഇപ്പോൾ സത്യത്തിൽ ഇവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി തന്നെ മാറിപ്പോയി. തീർച്ചയായിട്ടും ഈ ആളുകളൊക്കെ അവരുടെ ബുദ്ധിയും വിവരവും ഒക്കെ, അവരുടെ ബുദ്ധിയും സിദ്ധിയും ജ്ഞാനവും അതിൻ്റെ പ്രയോഗവും ഒക്കെ, അവരുടെ ചിന്തയും ഒക്കെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിച്ചിരുന്നെങ്കിൽ ഇവിടേക്ക് എവിടെ എത്തുമായിരുന്നു ഇവർ? സത്യത്തിൽ എവിടെയാണ് ഇവർക്ക് പഴിച്ചു പോകുന്നത്? ഇവരുടെ മനസ്സിൽ തെറ്റായ ചിന്തയിട്ടിട്ട് അവരുടെ ലക്ഷ്യം തെറ്റിക്കുന്ന ആരാണ്? അതിൽ മതത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് ഒരു പങ്കുണ്ട്. മരിച്ചു ചെന്നാൽ എന്തോ കിട്ടാനുള്ളതാണ് സ്വർഗം. സത്യത്തിൽ മതത്തിൻ്റെ ശരിയായ പ്രമാണങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇഹമില്ലെങ്കിൽ പരമില്ല. ഇഹലോകത്ത് മാന്യമായി ജീവിച്ച് സഹോദരങ്ങളായ മനുഷ്യരാശിയെ സ്നേഹിച്ച് ഈ ഭൂമിക്ക് വേണ്ടി സേവനം ചെയ്ത് ജീവിച്ചവനല്ലാതെ, അതിൽ വിജയം വരിച്ചിട്ട് സൽപ്പേരുണ്ടാക്കിയവനല്ലാതെ പരലോകത്തും വിജയമില്ല. അവൻ വെറുതെ വിചാരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ പള്ളി കിടന്നുറങ്ങിയത് കൊണ്ട് മോക്ഷം കിട്ടും, ഇവിടെ ഏതെങ്കിലും ഒരു സാധുവിനെ കാഫറാണ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഊരും പേരും ചോദിച്ച് കൊന്നാൽ മോക്ഷം കിട്ടും. ഇതൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഏതെങ്കിലും പ്രാകൃതമായ ഒരു ചരിത്ര സന്ദർഭത്തിൽ നടത്തിയെടുത്ത വാക്യങ്ങളെ മനുഷ്യവിരുദ്ധമായ ആശയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരാണ് ഏറ്റവും വലിയ തെറ്റ്. ഈ പറയുന്ന മതത്തിൻ്റെതായ പാഠപുസ്തകങ്ങളിൽ പറയുന്നതിനെയൊക്കെ അത് കിട്ടുന്നവന്റെ മനസ്സെങ്ങനെയാണോ അങ്ങനെയായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുക. അതാണ് പ്രശ്നം. മതത്തിന്റെ ഒരു വലിയ പ്രശ്നം അതാണ്. ഇപ്പോൾ ബിൻ ലാദൻ ഉപയോഗിക്കുന്ന അതേ വാക്യം തന്നെയാണ് നമ്മുടെ അമീർ ഖുസ്രുവും ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സൂഫി വര്യന്മാർ, മുജാഹിദ് ബാലുശ്ശേരി സംഗീതം ഹറാമാണെന്ന് പറയാൻ ഉപയോഗിക്കുന്ന അതേ വേദഗ്രന്ഥം തന്നെയാണ് സംഗീതത്തിന് വേണ്ടി ഉപാസന ചെയ്ത ഉസ്താദ് ബിസ്മില്ലാ ഖാൻ കാശിയിലെ വിശ്വനാഥ ക്ഷേത്രം ഉണ്ടല്ലോ, കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുമ്പിൽ മരണം വരെ ഷഹനായി വായിച്ചാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അങ്ങനെ ഒരു അവകാശം കൂടി തുറന്നു കൊടുക്കുന്നുണ്ട് ഖുർആന്, മീൻസ് ഇസ്ലാം. അത് കാണുന്നില്ല ഇവർ, ആ സാധ്യത കാണുന്നേ ഇല്ല. അങ്ങനെ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് മനുഷ്യന് എന്താ പറയുക, സംഗീതവും സ്നേഹവും സാന്ത്വനവും പകർന്നു കൊടുത്ത് ജീവിച്ച എത്ര മനുഷ്യരുണ്ട്, അവരും ഇസ്ലാമാണ്. പക്ഷേ ഇതാണ് പ്രശ്നം. നമ്മുടെ ഉള്ളിലുള്ള റിസീവർ എന്താണോ അതനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന ഏത് മെസ്സേജും. നീ എനിക്ക് തരുന്നൊരു സന്ദേശം, എൻ്റെ ഉള്ളിലെ റിസീവർ ഞാൻ ആദ്യമേ തന്നെ ട്യൂൺ ചെയ്ത് വെച്ചത് ഏറ്റവും ഹീനമായ മനുഷ്യവിരുദ്ധമായ ഒരു ആശയത്തിൻ്റെ തലത്തിലാണെങ്കിൽ അതനുസരിച്ചാണ് ഏത് സ്നേഹവും നമ്മൾ അങ്ങനെ വായിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കടന്നൽ കൂടിന് തീ കൊളുത്തി. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാനകത്ത് തമ്പടിച്ചിരുന്ന ലഷ്കർ-എ തൊയ്യബ, ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ, ഈ ടീമുകളെ മുഴുവൻ നമ്മൾ കേന്ദ്രത്തിൽ പോയി തകർത്തു. നമ്മൾ വലിയൊരു മാതൃകയെ കാണിച്ചത്. നമ്മളത് തകർക്കാൻ നമ്മുടെ സഹോദരിമാരെ തന്നെ മുൻകൈ എടുത്തു. സ്ത്രീവിരുദ്ധമാണ് ഈ മൂവ്മെന്റുകളൊക്കെ. എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളും സ്ത്രീവിരുദ്ധമാണ്. സ്ത്രീകളെ തന്നെ മുൻകൈ എടുത്ത് 2 സ്ത്രീകളാണ് നയിച്ചത്. രണ്ടാമത്തെ കാര്യം, അവിടെ നിന്ന് അവരുടെ താവളം തകർത്ത് കഴിഞ്ഞപ്പോൾ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഇങ്ങനെ ആക്രമണം നടക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രാണനും കൊണ്ട് ഓടിപ്പോയിട്ടുണ്ടാവും അവരുടെ വീട്ടിലെ പെൺകുട്ടികളൊക്കെ. സ്ത്രീകൾ ഓടിപ്പോയിട്ടുണ്ടാവും. ഇവർക്ക് വേപ്പാട്ടികളും സ്ത്രീകളും ഒന്നിലേറെ ഭാര്യമാരും ഒക്കെ ആയിട്ട് കുറേ എണ്ണം ഉണ്ടാവില്ല, അവരൊക്കെ ഓടിപ്പോയി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ താവളം തകർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് അഭയമില്ല, കൂടാരമില്ല, ഷെൽട്ടർ ഇല്ല. അപ്പോൾ 2 ദുരന്തങ്ങൾ സംഭവിച്ചു. പിന്നെ അവർക്ക് പോകാനുള്ളത് എങ്ങോട്ട് ഓടിപ്പോകാൻ പറ്റും? എളുപ്പത്തിൽ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ഓടിപ്പോകാമായിരുന്ന ഒരു സ്ഥലം അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു കരാറ് തക്ക സമയത്ത് ഉണ്ടാക്കിയതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ അവർക്ക് അഭയം കൊടുക്കാതായി. മാത്രമല്ല അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാൻ ശത്രുവായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും പോകാൻ വയ്യ. പിന്നെ എങ്ങോട്ടാ അവർ വരിക? ഡിസ്ഗൈസ്ഡ് ആയിട്ട് വേഷം മാറി ഇന്ത്യയിലേക്ക് തന്നെ വരും. 1. 2 കാര്യങ്ങൾ സംഭവിച്ചു.
അവിടുന്ന് ഓടിപ്പോയ അഭയാർത്ഥികളായ ശരണമില്ലാതെ പോയ ഈ പെൺകുട്ടികളുണ്ടല്ലോ, കൊടിയ ഭീകരവാദികളായി. അതാണ് ഈ മുഅ്മിനാത്ത് എന്ന് പറയുന്നത്, ജമ്മിയത്തുൽ മുഅ്മിനാത്ത്, വിശ്വാസിനികളുടെ സംഘം. വിശ്വാസിനികളുടെ സംഘമല്ല, യഥാർത്ഥ വിശ്വാസിനിയാണെങ്കിൽ അവർ സമാധാനത്തിന് വേണ്ടിയാണ് ജീവിക്കുക. പക്ഷേ ഈ സ്ത്രീകളുടെ ഭീകര സംഘമുണ്ടല്ലോ, അതിന്റെ വാർത്തകൾ വന്നു തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവർ ഈ മൂവ്മെന്റ് എത്രയോ നാളുകൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നിരിക്കണം. മൂവ്മെന്റ് ഉണ്ടായിരിക്കണം. പക്ഷെ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ലീഡർഷിപ്പിന് സാധാരണഗതിയിൽ ഇവർക്ക് ഇഷ്ടമില്ല. ഉള്ളത് പറയാലോ, ഒരു ഇസ്ലാമിക ഭീകരവാദിയും ഒരു സ്ത്രീ നേതൃത്വം നൽകുന്ന ഒരു മൂവ്മെന്റിന്റെ ഭാഗമാകാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പോ ഈ മസൂദ് അസർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ നിഴലായി നിൽക്കാൻ, ഒന്നുകിൽ സഹോദരിയായി അല്ലെങ്കിൽ ഭാര്യയായി, അങ്ങനെ ഉണ്ടല്ലോ, സേവകരായി നിൽക്കാനാണ് സ്ത്രീകൾ എന്നും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ പ്രവാചകന്റെ മാതൃക അതായിരുന്നില്ല. പ്രവാചകനെ ചോദ്യം ചെയ്യാനും പ്രവാചകനോടൊപ്പം യുദ്ധം ചെയ്യാനും ഒക്കെ സ്ത്രീകളെ, അദ്ദേഹത്തിന്റെ വിശ്വാസികളായ അനുയായികളെ കൊണ്ടുപോയിരുന്നു. ഇവരുടെ കൺസെപ്റ്റ് അതല്ല. ലോകത്തിലെ ഒരു ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനവും സ്ത്രീകളുടെ നേതൃത്വം അംഗീകരിക്കുന്നില്ല. അതിനവർക്ക് നമുക്കിപ്പോൾ വിശ്വസിക്കാൻ തോന്നാതെ ചില പ്രവാചകന്റെ വചനങ്ങളൊക്കെ അവരെടുത്ത് ഉദ്ധരിക്കും. സ്ത്രീകളുടെ നേതൃത്വം വന്നാൽ ലോകം നാശത്തിലേക്കാണ് എന്നൊക്കെയുള്ള വാക്യങ്ങളുണ്ട്. ആ വാക്യം വിശ്വസനീയമല്ല എന്നും അത് പിൽക്കാലത്ത് ആരോ എഴുതി ചേർത്താണ് എന്നൊക്കെയുള്ള വാദം ഒരു ഭാഗത്തുണ്ട്. എന്തായാലും സ്ത്രീകളെ ഇവർ നേരത്തെ റിക്രൂട്ട് ചെയ്ത് നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് നേരത്തെ അറിയാതെ പോയത്? ഞാൻ വിശ്വസിക്കുന്നത് ഇവർക്ക് പുരുഷന്മാരുടെ നായകത്വം നഷ്ടപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ഇവർക്ക് ഈ ഭീകരപ്രസ്ഥാനങ്ങൾക്ക് ഇവർക്ക് ദൈവത്തെ പോലെ കാണുന്ന നേതാക്കന്മാരില്ലാതായപ്പോൾ ഈ ചെതറിത്തെറിച്ചു പോയ പെൺകുട്ടികളുണ്ടല്ലോ, അവരാണ് സംഘടിപ്പിക്കുന്നത്. അവരുടെ നേതൃത്വം, അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ തന്നെ നേതൃത്വത്തിലേക്ക് വരികയാണ്. കാരണം അവർക്ക് ഇനി ആ പോരാട്ടം തുടരുകയല്ലാതെ വേറെ വഴിയില്ല. ആ മാർഗത്തിൽ നിന്നാൽ അവർക്ക് സാമ്പത്തിക സഹായം കിട്ടും, അവർക്ക് സുരക്ഷ കിട്ടിയെന്ന് വരും, ആരെങ്കിലുമൊക്കെ കാവൽ കൊടുത്തു എന്ന് വരും, അഭയം കൊടുത്തു എന്ന് വരും. അതാണ് കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കാരണം എനിക്ക് ഇസ്ലാമിക തീവ്രവാദികളുടെ DNA അറിയാവുന്നതുകൊണ്ട്. ഇത് പുതിയ പ്രതിഭാസമാണ്, കൃത്യമായിട്ട് എഴുതി വെച്ചോളൂ. ഇത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഒരു പ്രതിഭാസമാണ്, സ്ത്രീകളുടെ ഒരു മൂവ്മെന്റ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലാകെ, അതാണ് ഇപ്പോൾ ഒടുവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തേത്, ഷെൽട്ടർ നഷ്ടപ്പെട്ട ഭീകരവാദി കടന്നലിനെ പോലെ ഇന്ത്യ മുഴുവൻ പറന്നു നടക്കുന്നുണ്ട്. കേരളത്തിൽ എത്തിയിട്ടില്ല എന്ന് നീ കരുതുന്നുണ്ടോ? കേരളത്തിൽ ഇവർക്ക് അഭയം കൊടുക്കുന്ന ധാരാളം കേന്ദ്രങ്ങളുണ്ട്, ഒരുപാടുണ്ട്. മാത്രമല്ല വരാൻ വലിയ സൗകര്യമുണ്ട്. ഇപ്പൊ കാശ്മീരിൽ നിന്നൊക്കെ അനാഥ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇവിടെ പല മതസംഘടനകളും പോറ്റുന്നുണ്ട്. അവരുടെ രക്ഷിതാക്കൾ എന്ന പേരിൽ വരാം, അതൊരു അഡ്രസ്സാണല്ലോ. അപ്പോൾ ഒരുപാട്, അതുകൊണ്ട് ഇപ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം, ഇന്നലെ അനന്ത്നാഗിൽ നിന്ന്, ഇപ്പോൾ ശ്രീനഗറിൽ നിന്ന് പിടികൂടിയ ഈ ദാനിഷിൻ്റെ ചിത്രം നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ കരുതിയിരിക്കണം എന്നാണ്. കാരണം ഒന്ന്, അപാരമായ ശേഷിയുള്ള ഭീകരന്മാരാണ്. നമ്മൾ പ്രതീക്ഷിക്കാനാവാത്ത പരിശീലനം കിട്ടിയ അത്തരത്തിലുള്ള സ്കില്ല് നേടിയവരാണ്. എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. കാരണം എന്തും ചെയ്യാൻ മടിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു, അവരുടെ താവളം നഷ്ടപ്പെട്ടു, അവർക്ക് അഭയം നൽകുന്ന രാജ്യങ്ങളില്ലാതായി. ആഗോള പൊളിറ്റിക്സിൽ വലിയ മാറ്റമാണ് വന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇറാൻ പോലും ഇനി ലോകത്തിലെ ഈ പ്രോക്സി വാർ ഉണ്ടല്ലോ, ഭീകരവാദികൾ മുഖേന ഇസ്രായേലിനെ ലക്ഷ്യം വെക്കാനൊന്നും ഇനി ഇറാനില്ല, ഇനി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അന്തരീക്ഷത്തിൽ ഇന്ത്യയിലാകെ പടർന്നു കിടക്കുന്ന, ചെതറിപ്പോയി കിടക്കുന്ന ഈ കടന്നലുകളുണ്ട്. ഏതു നേരത്തും ഏത് തെരുവിലും അവനുണ്ടാകാം, ഏത് വേഷത്തിലും വരാം. ആ ജാഗ്രത പൊതുസമൂഹത്തിന് ഉണ്ടാവട്ടെ എന്നാണ് ഡാനിഷിൻ്റെ കഥ ഏറ്റവും ഒടുവിൽ NIA മുഖേന നമുക്ക് കിട്ടുന്നത്. ആ ജാഗ്രത നമ്മൾ പ്രേക്ഷകർക്ക് പങ്കിടാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.